പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഹസ്തദാനം ചെയ്യുന്ന വീഡിയോയും ചിത്രവുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. സ്പീക്കറായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഓം ബിർളയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നതിന് മുൻപായിരുന്നു ഇരുവരും പരസ്പരം കൈകൊടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപൂർവ കാഴ്ചകളിൽ ഒന്നായിരുന്നു അത്. രാഹുൽ ഗാന്ധിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മോദിയും BJPയും ഇപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്ന നിലയിലെത്തിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആജ് തക് ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണ് രാഹുൽ എന്ന് മോദി പരിഹസിച്ചിരുന്നു. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സുധീർ ചൗധരി, രാഹുൽ കൻവാൽ എന്നിവരായിരുന്നു മോദിയെ അഭിമുഖം നടത്തിയിരുന്നത്. കോൻ രാഹുൽ എന്ന ചോദ്യത്തിന് രാഹുൽ കൻവാൽ ചിരിക്കുന്നതും കാണാമായിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ രാഹുലും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തുനിന്ന് മോദി ഇരുവരെയും നോക്കുന്നതിന്റെയും ചിത്രം പങ്കുവച്ചു. കോൻ രാഹുൽ എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. പിന്നാലെ നിരവധി പേരാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കോൻ രാഹുൽ എന്ന് ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൻ രാഹുൽ എന്ന് ചോദിച്ച മോദിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് രാഹുൽ എന്ന്. മോദിക്കൊപ്പം സ്പീക്കറെ ആനയിച്ച് രാഹുൽ ഗാന്ധി എന്നായിരുന്നു MLA T സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവില്ലായിരുന്നു. അതിന് കാരണം പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലോക്സഭാ സീറ്റുകൾ നേടാൻ പ്രതിപക്ഷ പാർട്ടികൾക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ കോൺഗ്രസ് നേടുകയും ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്തുണ കൊടുക്കുകയും ചെയ്തതോടെ 100-ലേറെ അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3ാം പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരായിരുന്നു രാഹുലിന് മുൻപ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഗാന്ധി കുടുംബാംഗങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവി കൂടി ലഭിച്ചതോടെ 3ാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ അഭിനന്ദിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾക്കും പ്രസംഗത്തിനും വലിയ കയ്യടിയാണ് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് അയോഗ്യനായി ഇടയ്ക്ക് പുറത്തുപോയ രാഹുൽ ഗാന്ധിക്ക് ഈ പാർലമെന്ററി ഉത്തരവാദിത്തം മധുര പ്രതികാരം കൂടിയാണ്. പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്കായി പേര് വിളിച്ചപ്പോൾ തന്നെ വൻ കരഘോഷങ്ങളുമായാണ് രാഹുലിനെ ഇന്ത്യ മുന്നണി നേതാക്കൾ വരവേറ്റത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുലിന്റെ സത്യപ്രതിജ്ഞ എന്നതും ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ രാജ്യത്തെ സുപ്രധാന നിയമനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം നിർണായകമാകും. സുപ്രധാന നിയമനങ്ങൾക്കുള്ള സമിതിയിൽ പ്രധാനമന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് അംഗങ്ങൾ. അതായത് CBI ഡയറക്ടർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, വിജിലൻസ് കമ്മീഷണർ തുടങ്ങിയവരെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഇനി രാഹുൽ ഗാന്ധിയും അംഗമായിരിക്കും. ഈ നിയമനങ്ങളിലെല്ലാം പ്രധാനമന്ത്രിക്ക് രാഹുലിന്റെ കൂടി അഭിപ്രായം തേടേണ്ടി വരും. ക്യാബിനറ്റ് പദവിയുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് കേന്ദ്രമന്ത്രിമാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും. സൗജന്യ വിമാനയാത്ര, ട്രെയിൻ യാത്ര, ഔദ്യോഗിക വാഹനം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്കും ലഭിക്കുമെന്നർത്ഥം.